ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും നല്ലൊരാഴ്ച ദൈവാനുഗ്രഹം നിറഞ്ഞ, പരസ്പരം സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുടുംബങ്ങളെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ കുടുംബം സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കുടുംബമാകണം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ആഴ്ച നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു സാമ്പത്തികമായ ഭദ്രത നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കുടുംബമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, വചനാത്മകമായി നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ്, കുടുംബത്തിൽ എവിടെയാണ് പണം ചോർന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എവിടെയാണ് പണം ചോർന്നു പോകുന്നത്? പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വരുമാനം എത്രയുണ്ട്, ചെലവുകൾ എങ്ങനെയാണ് പോകുന്നത്, അനാവശ്യമായ ചെലവുകൾ എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലാകാൻ വേണ്ടി പറ്റും. നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നത്ര കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സാമ്പത്തികമായി വളരാൻ വേണ്ടി പരിശ്രമിക്കണം. കുടുംബത്തിലെ ഗൃഹനാഥൻ, ഭർത്താവ് മാത്രം അധ്വാനിച്ചാൽ പോരാ. കുടുംബത്തിലെ ജീവിത പങ്കാളി, ഭാര്യയും പ്രായപൂർത്തിയായ മക്കളും എല്ലാവരും ഒരുമിച്ച് അവർക്കറിയുന്ന അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സമ്പാദിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അധ്വാനിച്ചാൽ പോരാ. ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ, സാമ്പത്തിക ഭാരം മുഴുവൻ ഒരാളുടെ തോളിൽ വെച്ചാൽ മാത്രം പോരാ, മറിച്ച് ആ കുടുംബത്തിലെ എല്ലാവരും കൂടി അധ്വാനിക്കണം. ഞാൻ അറിയുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഗൃഹനാഥൻ ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം അധ്വാനിക്കുന്നു, രാപ്പകൽ അധ്വാനിച്ച് കുടുംബത്തിൽ കൊണ്ടുകൊടുക്കുന്നു. പക്ഷേ കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും എന്ത് ചെയ്യും? ഒരു ചെറിയ ജോലി പോലും ചെയ്യില്ല. പുറത്തു പോയി അവർക്ക് രാവിലെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കിയ പിന്നെ ആ കുടുംബത്തിലെ സ്ത്രീ വേറെ ജോലിയൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പതുക്കെ മൊബൈലിന് അടിമയായി ഓൺലൈനിൽ കാണുന്ന പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ലാഭിഷ്ടമായിട്ട് ജീവിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ കുടുംബജീവിതം സാമ്പത്തികമായി ഭദ്രതയുള്ളതാകണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രായപൂർത്തിയായ എല്ലാവരും ഒരുമിച്ച് അധ്വാനിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ പഠനത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് അറിയുന്ന ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളൊരു സ്വരുക്കൂട്ടായി മാറണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരാൾ മാത്രം അധ്വാനിച്ചാൽ മുന്നോട്ട് നമ്മുടെ കുടുംബം പോകില്ല. നമ്മളൊരു ആവറേജ് കുടുംബമൊക്കെ ആണെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും അവർക്കറിയുന്ന ജോലികൾ ചെയ്ത് ആ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നാലാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ അനാവശ്യമായ കുറേ ചെലവുകൾ ഉണ്ടാവാം. നമ്മൾ ആ സാമ്പത്തിക രീതി കണ്ടപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ കുടുംബത്തിൽ ചെലവഴിക്കേണ്ട ഒരു പൈസ നമുക്കുണ്ട്. എത്രയാണെന്ന് നമുക്കറിയാം. നമ്മൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, വരവ് അറിഞ്ഞിട്ട് വേണം ചെലവഴിക്കാനായിട്ട്, തല മറന്ന് എണ്ണയൊന്നും തേക്കരുതെന്നൊക്കെ നമ്മൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ അവർക്ക് കിട്ടുന്ന പൈസ 100 രൂപ കിട്ടിയെങ്കിൽ അതിൽ 70 രൂപ പോലും അവർ ചെലവഴിക്കുന്ന ആഡംബരങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ട്, ഭക്ഷണ സാധനം വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി, വീടിൻ്റെ മോടി കൂട്ടാൻ വേണ്ടി, ഒരു തിരിച്ചുവരവില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരുപാട് കുടുംബമുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ആഡംബരങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബം പതുക്കെ തകരാൻ വേണ്ടി, നമ്മളറിയാതെ നമ്മുടെ കുടുംബം നശിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മോടികൾക്കല്ലാതെ നമ്മളൊരു പൈസ, ഒരു നിശ്ചിത ശതമാനം നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള വസ്ത്രങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെലവഴിക്കുക. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ കുടുംബം സാമ്പത്തികമായി തകരാൻ വേണ്ടി തുടങ്ങും. പല കുടുംബങ്ങളിൽ അവർക്കുണ്ടാകുന്ന വരവറിയാതെ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഡംബരങ്ങൾക്ക് വേണ്ടി, ഡ്രസ്സുകൾക്ക് വേണ്ടി, വസ്ത്രങ്ങൾ മേടിക്കാൻ വേണ്ടി, ചെരുപ്പുകൾ വാങ്ങാൻ വേണ്ടി, ഫാഷന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന ഫലമായിട്ട് നമ്മുടെ കുടുംബം സാമ്പത്തികമായി പതുക്കെ തളരാൻ വേണ്ടി തുടങ്ങും. അഞ്ചാമതായിട്ട്, നമുക്കൊരു എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ ഒരു പണം സമ്പാദിച്ചു വെക്കണം. സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു 6 മാസത്തെ നമ്മുടെ പൈസ, 6 മാസം നമ്മുടെ ശമ്പളം, അല്ലെങ്കിൽ 6 മാസത്തെ ഒരു പണം നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ കാത്ത് നമ്മുടെ കൈകളിൽ വെക്കണം.
അത് നമ്മൾ കയ്യെത്തുന്ന ദൂരത്തായിരിക്കരുത്. ഈ പുതിയ രീതിയിൽ നമ്മുടെ പൈസ ഇപ്പോൾ ഡിജിറ്റൽ മണി ആയി മാറിക്കൊണ്ടിരിക്കും. മൊബൈൽ വഴി, GPay വഴി, ഗൂഗിൾ പേ വഴിയൊക്കെ നമ്മുടെ മൊബൈലായി നമ്മുടെ പൈസ. അപ്പോൾ നമ്മുടെ ആവശ്യം കണ്ടു. പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ പോകണം, എടുക്കണം, ബാങ്കിൽ പോകണം, എടുക്കണം. അങ്ങനെ ഒരു ആ സമയ താമസം കൊണ്ട് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കാനുള്ള സമയമാണ്. ഇത് വേണോ വേണ്ടയോ, എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ പണമായതുകൊണ്ട് നമ്മൾ അപ്പം കാണുന്നു, അപ്പം മേടിക്കുന്നു, ഓൺലൈൻ അപ്പം നമ്മൾ ഷോപ്പ് ചെയ്യണം. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു എമർജൻസി ഫണ്ട്, ചിലപ്പോൾ നിങ്ങൾക്കൊരു രോഗം വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും, നിങ്ങൾ പ്രതീക്ഷ ഒരു പണം വരാതിരിക്കുമ്പോൾ ഒരു 6 മാസത്തേക്ക് നിങ്ങളുടെ കുടുംബം ആരുടെ മുമ്പിലും കൈനീട്ടാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ കരുതി കാത്തു സൂക്ഷിച്ചു വെക്കണം. നമ്മൾ തോബിയാസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, തോബിയാസ് ഒരു പണം സംഭരിച്ച് തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചു. അതുപോലെ ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കരുതി വെക്കണം. 5-ാമതായിട്ട് നിങ്ങളൊരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരുതി. ഇതൊരു 6 മാസത്തെ നിങ്ങളുടെ കുടുംബത്തിന് വരുമാനമായിരിക്കണം. ഒരു 6 മാസത്തെ ഒരു വരുമാനം നിങ്ങൾ കണ്ടു. ഒരു രോഗം വന്നാൽ, പ്രശ്നം വന്ന്, പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പോലും ആരുടെയും കയ്യിൽ, ആരുടെ മുമ്പിൽ കൈനീട്ടാതെ നിങ്ങളുടെ കുടുംബത്തെ എല്ലാ ഇസട്ട് വരെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ കരുതി വെക്കണം. 6-ാമതായിട്ട് പണവുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാൻ പറ്റും. ചില ആളുകൾ, ഞാൻ അറിയുന്ന ഒരു ചേട്ടനുണ്ട്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തെ ജീവിത പങ്കാളി കിട്ടി. അവർ വന്നപ്പോൾ അവർക്ക് പാരമ്പര്യമായി കിട്ടിയ കുറേ സ്വർണം ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാം ഈ ചേട്ടന് കൊടുത്തു. കുടുംബജീവിതം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം ഈ ചേട്ടൻ ചെറിയ 2-3 പ്രശ്നങ്ങൾ. ഒന്നെന്ന് പറയും, ചേട്ടൻ ലോട്ടറി എടുക്കുന്ന അടിമയാണ്. 100 രൂപയ്ക്ക് പണി എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 150 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം കിട്ടുന്ന പൈസയിൽ മുഴുവൻ പൈസയും ലോട്ടറി മേടിക്കുന്നത് ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ലോട്ടറി മേടിച്ചു. ചിലപ്പോൾ ചില ലോട്ടറി അടിക്കും, ചില ലോട്ടറി അടിക്കുന്നില്ല. അദ്ദേഹം പതുക്കെ ഈ ലോട്ടറി എടുക്കുന്ന അഡിക്റ്റായി തുടങ്ങി. പതുക്കെ ജീവിത പങ്കാളിയുടെ സ്വർണം പല നുണകൾ പറഞ്ഞ് വാങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സ്വർണവും സ്വത്തുമുണ്ടായിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്ന വാടക കെട്ടിടത്തിലാണ്. മക്കളൊക്കെ പഠിച്ചത് ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ലോൺ എടുത്തിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ചില മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും, സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പണം കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത രീതി. ചില ആളുകൾ ലോട്ടറിക്ക് അടിമയായിട്ട്. കഴിഞ്ഞ ധ്യാനകേന്ദ്രത്തിൽ ഒരാൾ വന്നു, മകനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്, കണ്ണീരോടുകൂടി പറയുകയാണ്, ആ മകൻ ഓൺലൈനിൽ ഗെയിം കളിച്ചതാണ്, 2 ലക്ഷം രൂപ കളഞ്ഞു. 2 ലക്ഷം രൂപ കളഞ്ഞു. പല ആളുകൾക്കും ഈ ഓൺലൈൻ ഗെയിമിൽ, ലോട്ടറികളിൽ, അല്ലെങ്കിൽ ചൂതാട്ടത്തിൽ, ചീട്ടുകളിൽ അവരുടെ പണം മുഴുവൻ അവർ കളഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ പതുക്കെ അത് നിർത്തണം, പതുക്കെ നിർത്തണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഒരു ചേട്ടൻ വന്നു, പൈസ മേടിക്കാൻ വന്നതാണ്. മക്കൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു പൈസ മേടിച്ചു, കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം കുറച്ച് പൈസ തന്നതല്ലേ, എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ്, ഞാൻ പോകുന്ന വഴിക്ക് ലോട്ടറിക്കാരനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് ഞാൻ ലോട്ടറി മേടിച്ചു. ചില ആളുകൾ അവർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ലോട്ടറി എടുക്കുന്നതിൽ, ഓൺലൈൻ ഗെയിംസിൽ, ചൂതാട്ടത്തിൽ, ചീട്ടുകളിൽ അവർ കിട്ടുന്ന പൈസ മുഴുവൻ അവർ. നിങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങളത് നിർത്തണം. അതൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ടും കൂടിയായിട്ട് വരും നിങ്ങൾക്ക്. അവർക്ക് അതിനോടുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടാകും. ചീട്ടുകൾ കാണുമ്പോൾ കളിക്കണം, പൈസ ഇറക്കണം, പൈസക്കാരൻ. അവർക്ക് ആകെയുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും എളുപ്പ വഴിയിലൂടെ പൈസക്കാരാകാം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നശിക്കാൻ. 7-ാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ പൈസ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഒരു മണി മാനേജ്മെൻറ്റ് നമ്മൾ അവർക്ക്, ഒരു സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങളിൽ തന്നെ ഒരു സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. ഇടയ്ക്കൊക്കെ നമ്മളെ മക്കൾ പോക്കറ്റ് മണി കിട്ടിയെന്ന് വിചാരിച്ചു, അവരോട് ചോദിക്കണം, പോക്കറ്റ് മണി കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? പണ്ടൊക്കെ നമുക്കറിയാം, ചെറിയ കുടുക്കകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് പണം സമ്പാദിക്കുവാനും അത് സേവ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു.
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ അവർക്കൊരു 7 വയസ്സ് മുതൽ അവരെ സമ്പത്ത് കൈകാര്യം ചെയ്ത്, പൈസ കൈകാര്യം ചെയ്ത് അവരെ പഠിപ്പിക്കണം. ഞാൻ അറിയുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് ഒരുപാട് പ്രതിസ്വത്തുണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് ഇവർക്ക് ഒരുപാട് സ്വത്തുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ത് ചെയ്തു? ആ സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്തു. ചെറുപ്പം മുതൽ മക്കൾക്ക് ഒരു 5 പൈസ കൊടുക്കുകയില്ല. ഒരു പിശുക്കുന്ന രീതിയിൽ അദ്ദേഹം മക്കൾക്ക് പണം കൈകാര്യം ചെയ്യാൻ ഒട്ടും കൊടുത്തിട്ടില്ല. അവർ പ്രായപൂർത്തിയായി കല്യാണം കഴിഞ്ഞ് മക്കളായിട്ട് പോലും ആ അപ്പൻ എന്ത് ചെയ്തു? ഈ മക്കളെ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല. ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും A തൊട്ട് Z വരെ നോക്കിക്കൊണ്ടിരുന്നത്. ആ അപ്പൻ്റെ കാലഘട്ടം കഴിഞ്ഞു. മക്കൾക്ക് ഈ സ്വത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മക്കൾ എന്ത് ചെയ്തു? പല രീതിയിൽ അത് ചെലവഴിക്കാൻ തുടങ്ങി. ഒരു തുണ്ട് സ്ഥലമില്ലാതെ എല്ലാം നശിപ്പിച്ചു. ചെറുപ്പം മുതൽ നമ്മുടെ മക്കളെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പൈസ കൈകാര്യം ചെയ്യാൻ ഒരു സാമ്പത്തികമായ മാനേജ്മെൻറ്റ് അവരെ പഠിപ്പിക്കണം. 10 രൂപ കിട്ടിയാൽ അതിൽ ഇത്ര പൈസ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ വേണ്ടി, സേവ് ചെയ്യാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി അവരെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ഒരു കാലഘട്ടത്തിലെത്തുമ്പോൾ അവർ പണം മാനേജ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ചെറുപ്പം മുതൽ അക്ഷരവിദ്യാഭ്യാസം കൊടുക്കുന്ന കാലഘട്ടം മുതൽ നമ്മുടെ മക്കളെ നമ്മൾ സാമ്പത്തികമായി പണം കൈകാര്യം ചെയ്യാൻ അവരെ നമ്മൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ചെയ്യുന്നു. 9ാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അയൽക്കാരൻ ചെയ്യുന്നത് കണ്ട് ഞാൻ അത് അനുകരിച്ച് അതേപോലെ ചെയ്യരുത്. പല കുടുംബങ്ങളിൽ നമ്മുടെ അയൽക്കാരൻ്റെ 2-4 വീടുണ്ടാക്കി. അദ്ദേഹത്തിന് അതിനുള്ള വരുമാനം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാനും എൻ്റെ വീട് 2 നിലയാക്കും. അയൽക്കാരൻ ഒരു പുതിയൊരു കാറ് വാങ്ങി, ബൈക്ക് ഉണ്ടായിരുന്ന കാറ് വാങ്ങി, അവൻ വാങ്ങട്ടെ. നമ്മുടെ വരവ് നമ്മളൊക്കെ അറിയണം, അതനുസരിച്ച് നമ്മൾ വാങ്ങണം. ഇന്നത്തെ എല്ലാ പരസ്യങ്ങളും നോക്കിക്കേ, എല്ലാ പരസ്യങ്ങളിലും എല്ലാ സാധനങ്ങളും മേടിക്കും, ലോൺ കൊടുക്കും. EMI, മൊബൈൽ മേടിക്കുമ്പോൾ, TV മേടിക്കുമ്പോൾ, വീട്ടിലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ, കാറ് മേടിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം? ഈ EMI കണ്ടിട്ട് പതുക്കെ അടച്ചാൽ മതിയല്ലോ എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. കുറേ സാധനങ്ങൾ ആഡംബരത്തിനും അല്ലാതെയും ആവശ്യത്തിനും അനാവശ്യത്തിനുമായ കാര്യങ്ങൾ EMI വഴി നിങ്ങൾ മേടിക്കും. അങ്ങനെ മേടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? പതുക്കെ നമ്മുടെ കുടുംബങ്ങൾ പതുക്കെ നശിക്കുവാൻ വേണ്ടി തുടങ്ങും. 9ാമതായിട്ട് നമ്മുടെ വരവ് അറിഞ്ഞ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെലവഴിക്കണം. കാൽക്കുലേറ്റ് ചെയ്ത് ചെലവഴിക്കും. ചില ആൾക്കാരെ നോക്കി ആളുകൾ പറയും അവനൊരു പിശുക്കനാന്ന് പറയും. പിശുക്കനാ. അദ്ദേഹത്തിനുള്ള വരുമാനം അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ ദൂരത്തായിട്ട് ജീവിക്കുന്ന ആളുകൾ അവരെ നോക്കി പറയും ചിലപ്പോൾ അയാൾ പിശുക്കനായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വരവനുസരിച്ച് മാത്രം നിങ്ങൾ പൈസ ചെലവഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നശിക്കാൻ വേണ്ടി